വണ്ടി അതാരാണ്? യൂട്യൂബ് ചാനൽ ഇതാണ് മാമ. വ്ലോഗ് എടുക്കാൻ മാമ. ഈ രാത്രിയിലോ? നൈറ്റ് വ്ലോഗാണ് മാമ. എന്നിട്ട് എടുത്താ എന്ത് വ്ലോഗ്? ഇന്നിപ്പോൾ രാത്രിയായില്ലേ, ഞങ്ങൾ നാളെ രാവിലെ ഒന്ന് എടുത്തോളാം. ആയിക്കോട്ടെ. ഞാനൊരു അഭിനയമോഹിയാണ്. എന്നെ കൂടി നിങ്ങളുടെ വ്ലോഗിൽ ഉൾപ്പെടുത്തണേ. എടുത്താം. സഹായം വേണം ചെയ്തുതരാം. സൂക്ഷിച്ചൊക്കെ പോണേ, കള്ളന്മാറിഞ്ഞ ടൈമാണേ. ശരി. നല്ല കലാബോധമുള്ള പിള്ളേരാന്ന് തോന്നുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിന് വേണ്ടി കഷ്ടപ്പെടാണ്ടില്ലേ? കൊള്ളാം. നിഴൽ പോലെ കനവെന്നിൽ ആകതാരിൽ പെയ്യും നീ നേരം, ഈ നേരം ഹേമന്തമിൻ കിനാത്തോണിയിൽ നിൻ കൂന്തൽ ചൂടുന്നിയോരം നീരാപ്പൊയ്കയിൽ അലഞ്ഞെത്തുമീ നിൻ മൗനമീ നേരം. പട്ടി വില തന്നെയില്ല. സ്വാതി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞു? അതിപ്പോൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാതി ഒരു കാര്യം പറയണമെന്ന് ചോദിച്ചിട്ട് കുറച്ചാളായി. എന്താ? സ്വാതിനെ എനിക്ക് ഇഷ്ടമാണ്. എടോ, തനിക്ക് നാണമില്ലേ? അമൽ എന്നോട് പറഞ്ഞിരുന്നു താൻ കാണുന്ന പെമ്പിള്ളേരെല്ലാം പ്രപ്പോസ് ചെയ്യാൻ നടക്കുകയാണ്. മനുഷ്യനായ കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഇനി മേല ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. സ്വാതി, ഞാൻ തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതെവിടാ ഇത്? ₹8,000 സാലറി. എത്ര? 8,000 സാലറി. 12 മുകളിൽ ആക്റ്റീവാ. കട്ട താടി. എന്നിട്ട് എനിക്കെന്താ പെണ്ണിടാത്? പറയടാ, പറയടാ, നീ പറയടാ. ആകാശേ, നിന്നെ ഇവിടുത്തെ പെമ്പിള്ളേർ അറിയിക്കുന്നുടാ. യെസ് ഷാജി, യു ആർ കറക്റ്റ്. ഐ ആം കറക്റ്റ്. യെസ്. എന്നിട്ട് തീർന്ന് 2 വകനോടുള്ള സാധനം ഉണ്ടല്ലോ. അതല്ലടാ പട്ടി, എൻ്റെ 2 വർഷത്തെ വൺ സൈഡ് ലവ് തീർന്നു. ഓ അതോ, പോട്ടളിയാ. നമുക്ക് ഒരാളെ നോക്കാം. വേറെ നോക്കാന്ന്. 7ാം ക്ലാസ് ചോദിച്ച് ഐശ്വര്യ അങ്ങനെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു വേറെ നോക്കാന്ന്. 10ാം ക്ലാസ് ചോദിച്ച് അശ്വതി അച്ചു പറഞ്ഞപ്പോൾ നീ വേറെ നോക്കാന്ന് പറഞ്ഞു. പിന്നെ സാറ ഇപ്പത് സ്വാതി പോയപ്പോഴും നീ പറയുന്നു വേറെ നോക്കാം. ഇതിനെല്ലാം കാരണം ആ പട്ടിത്തണ്ടി നാറി അമ്മൽ ബേബിയാണ്. എനിക്ക് അവൻ ഇടിക്കണോടാ, ഇടിക്കണം. ഒറ്റ മൈൻഡ്. വിളിക്കുന്നു, വരാൻ പറയുന്നു, തലയടിച്ച് പൊളിക്കുന്നു. നിങ്ങൾ റെഡിയാണോ? നീ റെഡിയാണോ? ഓക്കെയാണ്. വിളിക്ക്. കൂപ്പിലെ പാലത്തിലോട്ട് വരാൻ പറ. ഇടിക്കുക, ഇടിച്ച് പൊളിക്കാം. നന്മ കളിച്ചടക്കണ ആ നാറിയുടെ മുഖം ഞാൻ വലിച്ചു കീറും.
നീ എന്തിനാ സെക്യൂരിറ്റിക്കാരെ കണ്ടപ്പോൾ അത് വണ്ടി നിർത്തിയെന്ന്? നിർത്തിയില്ലെങ്കിലെ ഡൗട്ട് അടിക്കും. അണ്ണാക്കടിച്ച് കിട്ടിയാനേ ഇപ്പോ. എന്തോ അല്ല പിന്നെ ആകെയുള്ള പേടിയ CCTV അത് ഓൾറെഡി ഹാക്ഡ് അല്ലേ. ആ ഫുട്ടേജിനെല്ലാം വേറെ ഫുട്ടേജ് വെച്ച് കവർ ചെയ്തില്ലേ. പിന്നെ എന്താണ് ഉണ്ടയാണ്. ഇത് മറ്റേ OTT ഉണ്ടാക്കണ പോലെയല്ല, പിടിച്ച കേസാണ്. അളിയാ. ഇനിയിപ്പോൾ അത് പൊക്കി പോലീസ് നമ്മുടെ എത്തിയാലും ആ സമയം കൂടി നമ്മൾ ശ്രീലങ്ക എത്തും. അവിടെ നേരെ ഫിലിപ്പീനസ്. കറക്റ്റ്. സാധനം $50,00,000 സാധനമാണ് മോനെ. 50 ലക്ഷമൊന്നുമില്ല. എടാ അതാലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. ആ ശങ്കര 50,00,000 ഡീൽ ഉറപ്പിച്ചതല്ലേ. എന്നാലും അയക്ക് എന്തിനായിരിക്കും സാധനം? പേരിലിടാനായിരിക്കും. ഓ നിന്റെ തന്റെ ഡോക്കൊന്നുമല്ലല്ലോ. എന്നാ കൂടുതൽ അയാൾ വിളിക്കാതെ അയാളെ വിളിക്കും. വേഗം പരിപാടി തീർത്ത് സ്ഥലം വിടാം. ഓയ് ക്രിക്കറ്റ് ഹമാരാ ജീവൻ ഹേ. എല്ലാരും അടുത്തേറിയുന്നേ. ഒരു വ്യാളിയെ ബാറ്റ് ചെയ്യാൻ വരുന്നത്. ഒരു കോപ്പ് അടിക്കുന്നില്ല. ആ പിച്ച് റെഡിയാക്കടാ. ഫീൽഡ് കേറിക്ക്. ഷോ മാത്രമേ ഉള്ളൂ. സ്കൂളൊന്നും ഇല്ലടാ. സ്ട്രാറ്റജി. അടുത്ത ബോൾ നീ കാണില്ല മച്ചാനെ. പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. നോക്കി എറിയണം. നല്ല കാറ്റാണല്ലോടാ. പോടാ. യെല്ലോ ആരാ? എടാ ഞാൻ ബിബിനാ. ബിബിന്? ഏത് ബിബിൻ? എടാ ബിബിൻ ഷാജി. ഓ വിളക്കൂതി ഷാജി. വിളക്കൂതി ഷാജിയുടെ തന്ത. ഡാ നമ്മളൊരു റീയൂണിയൻ ചെയ്യുന്നുണ്ട്, നീ വരുന്നോ? യൂണിയന്? ഏത് പാർട്ടിയുടെ? പാർട്ടിയുടെ അല്ല, 10ാം ക്ലാസ്സിൽ പഠിച്ച് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു റീയൂണിയൻ. ഓ അതിന് ഞാൻ പാസ്സായില്ലല്ലോ. പാസ്സൊന്നുമില്ല, ഫ്രീ എൻട്രി. പിന്നെ നീ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ആളുടെയും പൈസ ഇരിക്കാം. എന്നിട്ട് അത് വെച്ച് നല്ലപോലെ പുട്ടടിക്കാം. അക്കൗണ്ട് നിറച്ച് പൈസ, നോ നിർബന്ധം വേണേ വന്നാൽ മതി. ആ നമ്മുടെ പരിപാടി ഇല്ലടാ, നമ്മൾ മുന്നിൽ തന്നെ വേണം. ആ അത് പിന്നെ ഈ യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കീർത്തന ഉണ്ടാവും. കീർത്തനവും സംഗീതവും കച്ചേരിയും എല്ലാം ഉണ്ടാവും. നല്ല അടിപൊളിയായിരിക്കും. എന്നാൽ ശരി, നിങ്ങൾ ലൊക്കേഷൻ ഇട്, ഞാൻ എത്തി. ലൊക്കേഷൻ ഇല്ല. പിന്നെ നീ കൂപ്പിന് അങ്ങോട്ടുള്ള പാലത്തിലോട്ട് വന്നാൽ മതി. വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ, അതായിരിക്കും നമുക്ക് സൗകര്യം. ഇല്ലടാ, ഞാൻ ഒരു 10-12 വരെയായിട്ടേ വരുന്നുള്ളൂ. എടാ മണ്ടന്മാരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേടാ വരൂ. ഓ നിനക്കൊരു മാറ്റം ഇല്ലല്ലോടേ. നീ ആ പഴയ വിളക്കുതി ഷാജി തന്നെ. നീ വാ. ആ ശരി. എന്നിട്ട് ഒരു കളിയാക്കല് ആകാശേ അവന് ഇടിക്കാൻ തന്നെ അല്ലേ. ദേ ഷാജി ഡബിൾ ഡാഡി പേഴ്സണാലിറ്റി കാണിക്കരുത് കേട്ടോ. അതല്ലടാ, നമുക്ക് മറ്റേ ഇക്ക വിളിച്ചാലോ, അതാകുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഏത് ഇരുതലപൂരിയാണെന്ന് പറഞ്ഞ ചേരപ്പ അവനെ പെയിന്റ് അടിച്ച് വിറ്റാകത്ത ഫ്രോഡ് ചാസം. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇക്ക ഭയങ്കര സെറ്റപ്പാ. നിനക്ക് അറിയാത്തോണ്ടാ. ഇക്ക വന്ന ഫുള്ള് ഇടിച്ചിട്ടോളൂ. നമ്മൾ ജസ്റ്റ് നോക്കി നിന്നാൽ മതി. എന്തെങ്കിലും കാണിക്കും. അത് മതി. ഷാജി മോനെ, ആയിക്ക എവിടെ? ഞാനിവിടെ ബുക്ക് ചെയ്യണ്ടാ. ഒരു
സ്കീമുണ്ടല്ലോ. എന്താണ് പരിപാടി? സ്മഗ്ലിങ്ങാണാ? അതല്ല, ഒരുത്തനെ ഇടിക്കണേക്കാ. അയ്യോ, എന്തു പറ്റിക്കാ? ഞാൻ നോമ്പിലാടാ. അയ്യോ ഇക്ക, ഇങ്ങനെ ഒരു അവസരത്തിൽ ഇക്കെ പോലെ ഇരട്ടച്ചങ്ങനെ ഉള്ളപ്പോൾ ഞാൻ വേറെ ആരെ വിളിക്കാനാ? ഇക്ക ഇക്ക നീ ആ ലൊക്കേഷൻ ഇട്. ഇജാസ്ക്ക് അവിടെ എത്തിരി. സെറ്റ്. ഇവന്മാരിത് ഏതാണ്? കൊള്ളാം, ഒരു പരിയിടാൻ പറ്റിയ സ്ഥലം. ഇവിടെ ഒന്നും കണ്ടല്ലോ. ഏയ് ഇവിടെ ചായ മാങ്ങൊന്നും കിട്ടൂല. ഇനി ഒരു സിഗരറ്റ് കിട്ടാൻ എന്നാ പണ്ണും. എക്സ്ക്യൂസ് മീ. താങ്ക്സ് ബ്രോ, നല്ല മനുഷ്യൻ, പെട്ടെന്ന് ചാവട്ടെ. അതെ, നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടല്ലോ. എവിടെന്നാ? അതൊരു സാധനം കാക്കാൻ വന്ന. കക്കാരാ? പൊക്കാൻ വന്ന ഇവിടെ രണ്ടെണ്ണത്തിന് വീഡിയോ എടുത്താണേ. അപ്പൊ അവിടെ കോൺക്രീറ്റ് വേണ്ട, അവിടെ മണലും മല്ലിപ്പൊടിയൊക്കെ എടുക്കാൻ വന്നപ്പോ അത് അവന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. കറക്റ്റ്. ഞാനങ്ങ് പേടിച്ചുപോയി. ഓ ഞങ്ങള് അപ്പൊ ശരി, കാണാം. ശരി. നല്ലൊരു മനുഷ്യൻ. അതെ അതെ, ഇപ്പൊ അകത്ത് പോയി കിടക്കേണ്ടി വന്നേനെ. നീ മേലെ നീ പേസക്കൂടാது. ഇയാളീ പാലം മറിച്ചിടൂ. സീനിയർ ഗുണ്ടകളെ ബഹുമാനിക്കാൻ പഠിക്കണം പട്ടി. നമ്മളിനി ഒന്നും പേടിക്കണ്ട, എല്ലാം സെറ്റായി തരും. അയ്യോ എന്താണിക്കാ? എന്താണ് പേടിച്ചു പോയാ? വാപ്പാണ് ബ്രോ. ഞാനോർത്തു പുതിയതാണ് കഴപ്പാണ്. ഷാജിക്കുട്ടാ, നമ്മുടെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് പറ. ക്ലയന്റ്? എടാ, ഇടി കൊള്ളാൻ വരുന്നവനില്ലേ, അവനാ നമ്മുടെ ക്ലയന്റ്. ഓ യെസ് യെസ്. 20 വയസ്സ് പ്രായം, മൂല നക്ഷത്രം, തുടയിലൊരു കാക്കപ്പുള്ളി, മുഖത്ത് ഫുൾ കളക്ഷൻ. പിന്നെ ഇതെന്താണിത്? നീ എന്താ അവന് കെട്ടിച്ചേരാൻ പോണാ? അവന്റെ കാക്കപ്പുള്ളി നക്ഷത്രവും. അല്ല, 20 വയസ്സല്ലടാ, പോസ്കോയ്ക്കാനകത്തോടെ. ഇതെന്ത് മയിൽ? തമാശ. ഇക്ക, അവനാ നമ്മുടെ ക്ലയന്റ്. എന്റെ ഒരു കൈക്കില്ലല്ലോ ഷാജിക്കുട്ടാ. അതേക്ക. താനിവിടെ നിന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ഇവനെന്തൊരു ബഹുമാനം ഇല്ലാത്ത. നമ്മളോട് മാറി സംസാരിക്കാം. നമുക്ക് എവിടെ എവിടെങ്കിലും കടൽക്കാറ്റ് കൊള്ളാം. ഓ, നീ ഉണ്ടായിരുന്നു നമ്മുടെ കമ്മിറ്റി. മാന്യന്മാരെ പറ്റി ആ ബോധം പറയണോടാ പട്ടി. എന്താളിയാ പ്രശ്നം? നീ ആ സ്വാധീനോട് എന്നെ കുറിച്ച് എന്താടാ പറഞ്ഞേ? എടാ, നമ്മുടെ തിരുമേണ്ട മോള് സ്വാതി, പിന്നെ അക്ഷയയിലെ സ്വാതി, പിന്നെ ബസ് സ്റ്റോപ്പിൽ സ്വാതി, ഇതിലേതാളിയാ? അക്ഷയയിലെ സ്വാതി. അവളോട് ഞാൻ എന്ത് പറഞ്ഞു? ഓ, നീ എന്ത് പറഞ്ഞെന്നാ? ഞാൻ കണ്ണി കണ്ട പെമ്പിളേരൊക്കെ പുറകെ കിടക്കാണ്, മെച്ചൂരിറ്റി ഇല്ല, പിന്നെ എന്തൊക്കെയില്ലടാ എനിക്ക്. അയ്യോ, ഞാനോ? ഷോ നീ തന്നെ. എടാ, ഇക്കടക്ക ലൈഫാണിക്കാ ലൈഫ്. അടി ഇടി വയലൻസ്, ഒരു ക്യാൻസർ ജീവിതം. ഒന്ന് പൊളിയായിരിക്കല്ലേ? നിയമത്തിന് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണം ഷാജിക്കുട്ടാ, അത്രേ ഉള്ളൂ. ഇതേതൊക്കെ പുതിയൊരു മോതിരം? ഓ, ഇതാ നമ്മുടെ കോൺക്രീറ്റ് പണിക്കുന്ന 2 പിള്ളേർ ഗിഫ്റ്റ് തന്നു. ഫ്ലിപ്കാർട്ട്, മീഷോ. എന്തായാലും കാണാൻ ലുക്കൊക്കെ ഉണ്ടല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനും വെയിറ്റ് ചെയ്യുക. ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് ഇക്കടെ ഗ്യാങ്ങിൽ ചേരാൻ ആഗ്രഹമുണ്ട്. നീ ഓൾറെഡി ഞങ്ങളുടെ മെമ്പർ അല്ലേ ഷാജിക്കുട്ട? എന്തോ സൗണ്ട് കേട്ടില്ലേ? നീ പല സൗണ്ടും കേൾക്കും. അവൻ കൊടകിലോ കൊടകനാലോ എവിടെയെങ്കിലും പോട്ടെ. കൊളുക്കിലല്ല പന്നി, കൊളത്തി പോയെന്ന്. അവന്മാരുടെ കൂടെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നെണ്ണ. എല്ലാരും കൂടെ എന്നെ മടലോട്ടി പോരെ തല്ലി. നീ എൻ്റെ ആളാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞണ്ടാ. അപ്പോഴാ തന്തയില്ലാത്തവരോട് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞു കളഞ്ഞേ. സാധനം ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. പിന്നെ അറിയാല, റിസർവ് ബാങ്ക് കൊള്ളയടിക്കണ അടിക്കും. ഇക്കി ബാങ്ക് കൊള്ളയടിക്കണ.
I see. Yes. അത് തന്നെ. ബട്ട് ബിക്കോസ് വി ആർ പ്രൊഫഷണൽസ്. Yes, we are professors. മതി സാധനം എട് കൊടുക്കാം അങ്ങോട്ട്. എക്സിക്കണ്ടേ ഇപ്പം സെറ്റാക്കി തരാം. സാധനം നിന്റെ ഇതെന്നാ? സാധനം പോയി. എടാ സാധനം പോയിന്ന്. സാധനം എവിടെടാ? അണ്ണാ എവിടെ പോയേ? എനിക്ക് അണ്ണാ ഞങ്ങള് ചൂട് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ തരും. അതിനുള്ളിൽ സാധനം എൻ്റെ കയ്യിലെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടിനെ ഞാൻ വീട്ടിൽ കയറി കത്തിക്കും. അറിയാലോ എന്നെ. ചെല്. എങ്ങോട്ടാണ് രണ്ടും കൂടെ? ഒരുത്തം പോയാ മതി. ഇവനിവിടെ നിൽക്കട്ടെ. ഈ സാധനം കൊണ്ട് വന്നിട്ട് ഇവനെ കൊണ്ടുപോയാൽ മതി. സാധനം എൻ്റെ കിട്ടിയില്ലെങ്കിൽ ഇവനെ ഇവിടെ ഇട്ട് ഞാൻ വെട്ടിക്കണ്ടി. അമലേ, ഇവൻ വരും നിന്റെ കൂടെ. നീ എൻ്റെ കൂടെ പോണം. സാധനമായിട്ട് ഇനി ഇവിടെ എത്തിയാൽ മതി രണ്ടും. മനസ്സിലായോ നിനക്ക്? എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടക്കണേ. നമ്മളൊക്കെ എപ്പോൾ വേണേലും വീഴാം. അയ്യോ പിടിക്കടാ. നട പാലത്തിന് മുകളിൽ തള്ളിട്ട് ഏത് കുണ്ടേ വീഴും. പുല്ല് കുറെ വെള്ളവും കുടിച്ചു. അതിനാരെ തള്ളിട്ട് നോക്കി നട. നടക്കം കേട്ടല്ല പാമ്പാണെന്ന് തോന്നിക്ക. പോരെ അണ്ണാ സാധനം കിട്ടി. പാടത്തോട്ട് പോരെ. നീയൊക്കെ ഉടായിപ്പാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. പക്ഷേ മോഷണം തുടങ്ങിയത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. വന്ന് നീയൊക്കെ അതോ ലോകമായില്ലേടാ? അതോ ലോകോ പന്നനാറി. നിനക്ക് കിട്ടിയൊന്നും പോരടാ. കാട്ടു ഫുണ്ടേ പോയടാ. ഗണ്ണെടുത്ത് ചൂട്ടിയടാ. കുതിരക്ക് ഉണ്ടായവനെ. ചുമ്മാ തിരേടി. എന്താണിക്കാ? എടാ ഇതാണ് ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് പണിക്കാര്. നിന്റെ നന്മനിപ്പ ചാകൂടാ. എന്താ പറ്റി? അവനില്ലേ, അവന് പ്രാന്താടാ. ഒഴിപ്രാന്ത്. അവനെന്റെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് എന്നെ കൊന്നു കളയൂടാ. നീ വെക്കാടെ വേഗം വാടാ. മോങ്ങല്ലേ, ഞാൻ വരുന്നു. നീ വന്നേ, നമുക്ക് പോവാം. നീ എന്ത് ഹ്യൂമൻ ബീങ് എടാ? നമുക്കൊരു ആവശ്യമുള്ള പുള്ളിയല്ലേ സഹായിച്ചേ. നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ.
തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിനെല്ലാം കാരണം ആ പട്ടിത്തണ്ടി നാറി അമ്മൽ ബേബിയാണ്. എനിക്ക് അവൻ ഇടിക്കണോടാ. 50 ലക്ഷത്തിന്റെ സാധനമാണ് മോനെ. ഇതാ നമ്മളൊരു റീയൂണിയൻ ചെയ്യുന്നുണ്ട്, നീ വരുന്നോ? നമ്മുടെ പരിപാടി ഇല്ലടാ, നമ്മൾ മുന്നിൽ തന്നെ വേണം. ഷാജിവാനെ ഒരുത്തിന് ഇടിക്കണേ. അയ്യോ എക്സ്ക്യൂസ് മീ. അവനാ നമ്മുടെ ക്ലയന്റ്. നമ്മുടെ കോൺക്രീറ്റ് പണിക്കുന്ന രണ്ട് പിള്ളേർ ഗിഫ്റ്റ് ചെയ്തത് 24 മണിക്കൂർ ഞാൻ തരും. സാധനം